ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BPAG 174 യൂണിറ്റ് 10 റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എന്ത് റോളാണ് എഡ്യൂക്കേഷനിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ടാവും. അതന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. അപ്പം അതന്നെയാണ് ഈ ത്രൂ ഔട്ട് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. അപ്പം നമുക്കറിയാം എഡ്യൂക്കേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ഓഫ് നാഷണൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നാഷണൽ സംബന്ധിച്ചാണെങ്കിലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഇത് സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റൽ പ്രോഗ്രസ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനും നോളജും സ്കിൽസും ഒക്കെ വളർത്താൻ സഹായിക്കും. എന്തിന്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽസിനെയും നോളജിനെയൊക്കെ വളർത്താൻ ആര് സഹായിക്കും? എഡ്യൂക്കേഷൻ സഹായിക്കും. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അഥവാ അത് എങ്ങനെ പഠിപ്പിക്കാം, നമ്മുടെ പ്രൊട്ടക്ഷൻ എങ്ങനെ വേണം, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിലൂടെയാണ്, ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു അറിവില്ലാത്ത ആളുകൾ ഒന്നിനെ കുറിച്ചിട്ടും അവർ ചിന്തിക്കില്ല. പക്ഷേ അതിനെക്കുറിച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് നല്ല ബോധ്യമുള്ള ആളുകൾ എപ്പോഴും ആ ഒരു നിലയിൽ മാത്രമേ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആയാലും അവരുടെ ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് ആയാലും എല്ലാം അവർ ആ രീതിയിലാണ് അവർ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലിമിറ്റ് വെച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ അതൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നല്ല നോളജ് വേണം, ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. എക്കോണമിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഈ ഒരു 3 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും എന്തിനാവശ്യമാണ്? ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് 3 പില്ലേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു പില്ലേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. അതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്ന ടോപ്പിക്കാണ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് അതിൻ്റെ മീനിങ് എന്നും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും. അപ്പം ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും പറയാനുള്ളത്. നമുക്കറിയാം എഡ്യൂക്കേഷൻ പറയുമ്പം ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വളർത്തുന്ന, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അയാൾ നല്ലൊരു മനുഷ്യനായിട്ട്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണായിട്ട് അദ്ദേഹത്തിന് വളരാൻ കഴിയുള്ളൂ. അപ്പം ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റീസ് അദ്ദേഹം വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി ഒക്കെ നേടിയെടുക്കുകയാണ് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എന്തൊക്കെ തരും ചോദിച്ചാൽ നമുക്ക് ഒരുപാട് നോളജ് തരും, അതുപോലെ തന്നെ അതിനുള്ള സ്കിൽസ് തരും. എന്തിൻ്റെ? ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള അതിന് തക്കതായിട്ടുള്ളൊരു നോളജും, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൈക്കൊള്ളണം എന്നുള്ളതിൻ്റെ ഒരു സ്കില്ലും നമുക്ക് കിട്ടും. അപ്പം അത് ഫിസിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ ജനങ്ങൾ എടുക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആർ ബെറ്റർ ദാൻ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്നുള്ളതാണ്. കാരണം അല്ലാത്തവരെന്താണ്? മരിച്ചവരെ പോലെ ജീവിക്കുന്നവരാണ്. അപ്പം എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്ന് പറയുമ്പം അത്രയും പ്രധാനപ്പെട്ട ആളുകളാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസറ്റാണ്. അപ്പം അത് ഓൾറെഡി നേടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചിറങ്ങി പോകാത്തൊരു സാധനമാണ്. അപ്പം അത് എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് എങ്ങനെ സഹായിക്കും ചോദിച്ചാൽ നമ്മുടെ ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ ESD, അതാണ് നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്നത്. ESD മീൻസ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോളജും സ്കിൽസും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും നമ്മുടെ വാല്യൂസും ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വളർത്തുന്ന ഒരു സംഭവമാണ് ഈ ESD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ESD ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിൽ, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയിൽ, പോവർട്ടി റിഡക്ഷനിൽ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസംഷനിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആര്? ഈ എഡ്യൂക്കേഷൻ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം ആളുകൾക്ക് എങ്ങനെയൊക്കെ ജീവിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അതിലെങ്ങനെയൊക്കെ ഇടപെടണം, അതിലെങ്ങനെയൊക്കെ ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനെ കൊളാബറേറ്റ് ചെയ്യണം, എങ്ങനെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെ ആളുകളെ ത്വരിതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ഈ ഒരു ESD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് അതിൽ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് മെയിൻ തേഴ്സ്റ്റ് ഓഫ് ESD എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമുക്ക് തന്നെ അറിയാം എന്താണ്? ഇംപ്രൂവ് ബേസിക് എഡ്യൂക്കേഷൻ, നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റീ ഓറിയൻറ്റ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്, എല്ലാ പ്രൈമറി, സെക്കൻഡറി, ഹയർ ലെവൽസിലൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഡെവലപ്പ് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ESD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ എന്ത് വേണം? ഈ ESD നമുക്ക് വേണം. അപ്പം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. ഇതിനെക്കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഒരു പോയിൻ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ
പറയുന്നത്. അപ്പം പിന്നീട് പറയുന്നത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഈ ഒരു എഡ്യൂക്കേഷൻ്റെ റോള്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്ത് ചോദിക്കും, കോർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ESD ചോദിക്കും. ESD എന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം ഇതിലൊരു 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ ഒരു 4 പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ പാഠത്തിൽ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ ചോദിക്കും റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചോദിക്കും, അല്ലെങ്കിൽ കോർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ESD ചോദിക്കും. ഇതിൽ എന്ത് ചോദിച്ചാലും ഉത്തരം തന്നെയാണ് കേട്ടോ. അപ്പം ഇത് 4 പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. അപ്പം 4 പോയിന്റ്സ് എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ്, അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എഡ്യൂക്കേഷൻ്റെ റോള് വരുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. നമ്മൾ 1992 നമ്മുടെ എർത്ത് സമ്മിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതിൽ പറയുന്ന കാര്യമാണ് റോൾ ഓഫ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. നമ്മുടെ സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസിലായിക്കോട്ടെ, അതിലൊക്കെ എന്ത് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരം കിട്ടണമെന്ന് പറയുന്നുണ്ട്. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അതൊരു ചർച്ച വരുന്നത് 1992 ഉണ്ടായിട്ടുള്ള ആ ഒരു എർത്ത് സമ്മിറ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ എഡ്യൂക്കേഷൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷന് അത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആളുകൾക്ക് അത്രത്തോളം അറിവുകൾ പകരൽ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ കാര്യമാകുമ്പം അതിൽ ആളുകൾ അത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ആദ്യമായിട്ട് വരുന്നത് 1992 എർത്ത് സമ്മിറ്റിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ ഇനി പറയാൻ പോകുന്നതാണ് കോർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ESD എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൊമോട്ട് ആൻഡ് എൻകറേജസ് എ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്നുള്ളത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ESD ആണ്, അഥവാ എഡ്യൂക്കേഷൻ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊസൈറ്റിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UN ആ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ 2002 നടന്നിട്ടുള്ള UN സമ്മേളനത്തിൽ Rio+10 സമ്മിറ്റ് ഉണ്ടല്ലോ, ആ സമ്മിറ്റിൽ വേറൊരു തീരുമാനം വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു കീ റോളാണ് അതിൽ കൊടുക്കുന്നത്. അഥവാ ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ നോളജ്, സ്കിൽ, വാല്യൂസ്, ആക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള നോളജ് കൊടുക്കണമെന്നും അവരുടെ സ്കിൽ, വാല്യൂസും ആക്ഷൻസും ഒക്കെ അത് ആവശ്യമാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതും, അതുപോലെ തന്നെ സോഷ്യൽ ഇക്വിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള വെൽബീയിങ്ങും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനൊക്കെ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു സബ്മിറ്റായിരുന്നു 2002 UN സബ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സമ്മേളനത്തിൽ അത്രത്തോളം പ്രാധാന്യം അതിനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും അവരുടെ കരിക്കുലത്തിൽ ഈ ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം എത്രത്തോളം ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആവാൻ പറ്റുമോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്. രണ്ടാമതായിട്ട് ഡെവലപ്സ് നോളജ് അബൌട്ട് ദ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. അപ്പം എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ഒരു ESD എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന് ഉണ്ടായാൽ ആളുകളെ അത് എങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. കാരണം അതിനെക്കുറിച്ചിട്ട് അറിവുള്ള ആളുകൾക്ക് മാത്രമേ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്ലാനറ്റിന് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുമോ എന്നുള്ള ഒരു പേടി അവർക്ക് വേണമെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷനെ കുറിച്ചിട്ടും ഒക്കെ ഇതൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിനൊക്കെ കൂടുതൽ അവെയർ ആയിട്ട് അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ജീവിത ശൈലി, അല്ലെങ്കിൽ അതിന് ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിഞ്ഞ് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ ഒരു COVID-19 ഒരു കാരണം നമ്മുടെ പഠനം വരെ ഓൺലൈൻ ആവേണ്ട ഒരു സാഹചര്യം പോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിലും ആളുകൾക്ക് ഇതൊന്നും അഫോർഡബിൾ ആവാത്തൊരു ഫാമിലീസ് ഉണ്ടായിരുന്നു. കാരണം ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതൊന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാൻ ഫാമിലീസ്, പാവപ്പെട്ട ഫാമിലീസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ്. ഇപ്പം എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ എന്താ പറയുക, തിരിച്ചറിയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ബോധേഡാവാനും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അവെയർ ആവാനുള്ള എഡ്യൂക്കേഷന് പ്രൊവൈഡ് ചെയ്യുക, അതിന് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനുള്ള ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഇൻ്റഗ്രേറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇതിൽ പറയുന്നത് 2005 to 2014 വരെ യുനെസ്കോ നയിച്ചിരുന്ന UN ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ലെവലിലും ST തത്വങ്ങൾ സംയോജിപ്പിക്കാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ഹയർ ലെവൽ മുഴുവനും ഈ ST തത്വങ്ങൾ സംയോജിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റ്സ് ആയിക്കോട്ടെ, NGOs ആയിക്കോട്ടെ, സിവിൽ സൊസൈറ്റി ആയിക്കോട്ടെ,
ഇവിടെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നല്ലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അപ്പം ഈ ഒരു തത്വങ്ങളെ മുഴുവനും എന്താ പറയുക സംയോജിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ എന്താണ് സ്കൂൾ ലെവലുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് ഫോക്കസസ് ഓൺ ഇന്റർ ഡിസിപ്ലിനറി തീംസ് ആൻഡ് കൺസേൺസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബിയോണ്ട് ദ എൻവിയോൺമെന്റിന്റെ അപ്പുറം എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തിനൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ തീംസിനെ ഒക്കെ ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എൻവിയോൺമെന്റ് എന്നുള്ള ചെറിയൊരു ഭാഗത്തിനപ്പുറം ഒരു വലിയൊരു ഭാഗം തന്നെ ആര് മാനേജ് ചെയ്യുന്നുണ്ട്, ഈ EST എന്ന് പറയുന്ന ഇയാൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോവർട്ടി അലിവിയേഷൻ ആയിക്കോട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള പല സംഭവങ്ങളെയും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഈ ഒരു EST ബോധവാന്മാരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു EST എന്ന് പറയുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് നമ്മുടെ എല്ലാ ലെവലിലുള്ള എലമെൻ്ററി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ ലെവലിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള അപ്രോച്ച് പ്രദാനം ചെയ്യുന്നുണ്ട് ആര്, ഈ EST അഥവാ എഡ്യൂക്കേഷൻ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ. ഈ 4 പോയിന്റുകളാണ് പറയുന്നത്. ഈ മെയിനായിട്ട് ഈ 4 പോയിന്റുകളുടെ ഹെഡിങ് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു എന്താണോ അതിൽ വരുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങളുടെ മൈൻഡിലുള്ളതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. പക്ഷേ ഈ ഒരു 4 കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് കണ്ടിട്ടുണ്ട്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ESD എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. സോ ഈ 4 പോയിന്റും നിർബന്ധമായിട്ടും പഠിച്ച് പോകാം എക്സാമിന്. പിന്നെ അവസാനമായിട്ട് പറയുന്നത് വിഷൻ ഓൺ എഡ്യൂക്കേഷൻ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വീണ്ടും പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, വാല്യൂസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു EST എഡ്യൂക്കേഷൻ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾസിന് എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, സൊസൈറ്റിൻ്റെ പേരിലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നത് ഈ ഒരു EST മുഖാന്തരമാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എൻകറേജ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അല്ലെങ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ്ങിനും നമ്മുടെ പ്രോബ്ലംസ് സൊല്യൂഷൻ ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ EST തന്നെയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, നമ്മുടെ പോവർട്ടി, അതുപോലെ തന്നെ പൊല്യൂഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും മനസ്സിലാക്കാനും അതിന് ഒരു പരിഹാരം കാണാനും ഒക്കെ ആളുകളെ പ്രാപ്തമാക്കുന്നതൊക്കെ ഈ ഒരു EST ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് ബോധവാന്മാരാവാനും അതിനെന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ അതിനെക്കുറിച്ചിട്ട് ബോധേഡാവാനും ഒക്കെ സഹായിക്കുന്നത് ഈ EST ആണ്. അതുപോലെ തന്നെ ഈ EST ആരെയാണ് കൂടുതൽ എംപവർ ചെയ്യുന്നത് വെച്ചാൽ യൂത്തിനെയാണ്. കാരണം എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും പല സംഭവങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്യാനും അതിനെതിരായിട്ടുള്ള ഒരു പല തീരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആളുകളെ യൂത്തിനെ പ്രാപ്തരാക്കുന്നതൊക്കെ ഈ ഒരു ESTയിലൂടെ തന്നെയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും വിമൻസിൻ്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉയർത്താനും എല്ലാത്തിനും ആര് വേണം, ഈ ഒരു EST തന്നെ വേണം എന്നുള്ളതാണ്. ഈ ഒരു EST എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്ന ഓരോ പോയിന്റ്സിലും നമുക്ക് ഇൻക്ലൂഡ് ആക്കി തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ.